വിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ചെറുപുഴ പഞ്ചായത്ത് തല പ്രഖ്യാപനവും സമിതി രൂപീകരണവും പഞ്ചായത്ത് ഹാളിൽ നടന്നു. വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്തി പുതിയ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഓരോ ക്ലാസ്സിലും അവർ നേടേണ്ട ഗുണങ്ങൾ കൃത്യമായി നേടിക്കൊണ്ട് അടുത്ത ക്ലാസ്സുകളിലേക്ക് പോയെങ്കിൽ മാത്രമേ ഓരോരുത്തരും മികച്ച എല്ലാ മേഖലകളിലും മികച്ചവരായി തീരുകയുള്ളൂ എന്നുള്ള ബോധ്യം ഇപ്പോഴെങ്കിലും നമുക്ക് കിട്ടിയെന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പയ്യന്നൂർ AEO TV ജ്യോതിബസു അധ്യക്ഷനായി. BRC ട്രെയിനർ KV രാജൻ പദ്ധതി വിശദീകരിച്ചു. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ TP മോഹനൻ, KC ശരണ്യ, KM ഷാജി, KD പ്രവീൺ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകർ, SRG കൺവീനർമാർ, PTA, മദർ PTA പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ തലത്തിൽ ഡേറ്റ് തീരുമാനം വന്നിട്ടില്ല. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിന് വിപുലമായ കാര്യങ്ങൾ ഞാൻ പക്ഷെ പറയുകയും ചെയ്യും. ഇത്തവണ നമ്മൾ 8ാം ക്ലാസ്സിലാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ആവിഷ്കാരം നടത്തിയിട്ടുള്ളത്. അതായത് 8ാം ക്ലാസ്സിൽ 30% മാർക്ക് കിട്ടാത്ത ഒരു കുട്ടിയും, എന്ന് വെച്ചാൽ മാർക്കല്ല, കുട്ടിക്ക് ലഭിക്കേണ്ട ശേഷികൾ, കഴിവുകൾ, ഗണിതത്തിൽ അവർ എണ്ണം കൂട്ടാനും കുറക്കാനും കുടിക്കാനും അറിയുക, എഴുതാനും വായിക്കാനും അറിയുക, ഇംഗ്ലീഷ് വായിക്കാനും ഉച്ചരിക്കാനും എഴുതാനും പറ്റുക, ഇങ്ങനെയുള്ള പ്രാഥമികമായ ശേഷികൾ ലഭിച്ചിട്ട് മതി കുട്ടി അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണോ? 100%. എങ്ങനെയുണ്ട്? എന്താ സംശയം? 100ൽ 100. വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി.